അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വീടുകളിലുമുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മൾ പറഞ്ഞ വഴിയിലല്ല അവർ പോകുന്നത്. അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള പേടിയാണ്, നാളെ അവരുടെ ഭാവി എന്താകും എന്നൊക്കെ ചിന്തയാണ് പല ഉമ്മമാർക്കും. എന്നാൽ നമ്മൾ മക്കളെ ഉപദേശിക്കാറുണ്ട്, അവരോട് ദേഷ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നമ്മൾ കരയാറുണ്ട്. എന്നിട്ടും അവരുടെ ഹൃദയം മാറുന്നില്ലെങ്കിൽ, അവരുടെ വഴി മാറുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ വാതിൽ മുട്ടുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരു മഹത്തായ ഇസ്മ നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു ഇസ്മ ഒരുപാട് ഉമ്മമാർക്കും ഒരുപാട് മക്കൾക്കും ഉപകാരപ്പെടുന്നതാണ്. ദിവസവും നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മൂലം നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഏതാണ് ആ ദിക്റ്? യാ ഹാദി, യാ ഹാദി. ഈ ഒരു ദിക്റ് നമ്മൾ ദിവസവും ചൊല്ലുക. വളരെ പവറുള്ള, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു ദിക്റാണ്. ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം വരുന്നത് ശരിയായ വഴിയിലേക്ക് നയിക്കുന്നവൻ, ഹൃദയങ്ങളെ നേരായ വഴിയിൽ സ്ഥാപിക്കുന്നവൻ എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ കൈപിടിച്ച് നടക്കാൻ കഴിയുന്നത് ഒരു പ്രായം വരെയാണ്, അല്ലേ? അതിനപ്പുറം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുകയാണ്. എത്രത്തോളം നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കിയാലും പല കൂട്ടുകെട്ടിലൂടെയും പല രീതിയിലും നമ്മുടെ മക്കൾ ചീത്തയാകാറുണ്ട്, വഴി വിട്ടു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളുടെ ഓരോ വളർച്ചയിലും അവരുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവണം. തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും എല്ലാം ചെറുപ്പം മുതലേ തന്നെ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ 5 വഖത്ത് നിസ്കാരം അവരിൽ ശീലിപ്പിക്കുക. യാ ഹാദി എന്ന നാമം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാമമാണ്. 111 പ്രാവശ്യം യാ ഹാദി എന്ന ഈ ഒരു ദിക്റ് സുബ്ഹിക്ക് ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം നമ്മുടെ മക്കളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട്, ഹൃദയം തൊട്ടുകൊണ്ട് ഈ ഒരു ദിക്റിനെ നമ്മൾ ചൊല്ലുക. എന്നിട്ട് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. യാ അല്ലാഹ്, എൻ്റെ മക്കളെ നീ സ്നേഹിക്കുന്ന വഴിയിലേക്ക് നയിക്കണമേ, അവരെ തെറ്റിൽ നിന്ന് രക്ഷിക്കണമേ, അവരുടെ ഹൃദയം നിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഒരു ദിക്റ് ഒരു മാജിക്ക് എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിഷമം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളായി, നല്ല മക്കളായി തീരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു ദിക്റിനെ മുറുകെ പിടിക്കുക. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.